ഹായ് ഹലോ, ഇന്നത്തെ പത്രമാറ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആദർശ് നാനയും കൂടി ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. നാനയുടെ സൗന്ദര്യത്തെ പറ്റിയും അന്നിട്ട ഡ്രസ്സിനെ കുറിച്ചൊക്കെ അവരിങ്ങനെ സംസാരിച്ചിരിക്കെ, നീ ഒരുപാട് മാറിപ്പോയി, നീ ഇപ്പോഴാണ് നല്ല ഭംഗി വെച്ചത്, നിൻ്റെ ഭംഗി എനിക്കിപ്പോഴാണ് കാണാൻ പറ്റിയത്, നിന്നോടുള്ള ഇപ്പോഴുള്ള സ്നേഹം കൊണ്ടായിരിക്കും എന്നൊക്കെ പറയുകയും നാനയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടെ നന്ദു അനന്തപുരിയിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് എത്തുകയും അനിയുടെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും വിഷമിച്ചിരിക്കുകയായിരുന്നു മോളെ കാണാനായിട്ട് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഇവള് ഒരുപാട് ദിവസമായിട്ട് മൂഡ് ഓഫ് ആയിരുന്നു എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി മുകളിലോട്ട് പോവുകയാണ്. അവിടെ വെച്ച് നവ്യ കാണുകയും നവ്യ നന്ദുവിനെ ഹഗ് ചെയ്യാൻ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിനക്ക് എന്താണ് പറ്റിയത്, നിനക്ക് പണ്ടത്തെ പ്രസരിപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണ് നിനക്ക് പറ്റിയത്, നീ എന്നോട് ചേച്ചിയോട് തുറന്നു പറ, ഞാൻ മുമ്പത്തെ പോലെയല്ല, ഇപ്പോൾ ഒന്നും ആരോടും പരസ്യമാക്കുകയില്ല, നിനക്ക് എന്ത് വേണമെങ്കിൽ എന്നോട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ടും നന്ദു ഒന്നും വിട്ട് പറയുന്നുമില്ല. എന്നിട്ട് നമുക്കിവിടുന്ന് അടിച്ചു പൊളിക്കാം എന്ന് നവ്യ പറയുമ്പോൾ, അടിച്ചു പൊളിക്കാനല്ല, ഞാനിവിടെ കുറച്ച് ദിവസം നിന്ന് കല്യാണം കൂടി പോകാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞ് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നയനയും നവ്യയും കൂടി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്താണ് ഇവൾക്ക് പറ്റിയത്, നമുക്ക് എന്തായാലും ഇവളെ ഉഷാറാക്കി എടുക്കണം എന്നൊക്കെ പറയുകയും, നിങ്ങൾ എല്ലാവരും കൂടി എന്നോട് എന്താ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് നവ്യ നയനയോട് ചൂടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അനി അവിടേക്ക് വരികയും നന്ദു അത് കാണുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ നന്ദു റൂമിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ അനിയോട് അമ്മ പറയുന്നുണ്ട്, നിൻ്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട്, ഇനി അവൾക്കും മൂഡ് ഓഫ് എന്നാണ് ഞാൻ പറഞ്ഞത്, അവളുടെ മൂഡ് ഓഫും ഇനി നിൻ്റെ മൂഡ് ഓഫും കൂടി നിങ്ങളൊക്കെ സംസാരിച്ച് റെഡിയാക്കിക്കോ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ശരി അമ്മ എന്ന് പറഞ്ഞ് നന്ദുവിനെ കാണാൻ വേണ്ടി അനി അവിടെ എത്തുകയും ചെയ്യുന്നു. അങ്ങനെ അനിയോ എന്ന് പറയുകയും, എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, എന്താ ഇവിടെ എന്നോ, ഞാൻ നന്ദു വന്നിട്ടുണ്ട് എന്നറിഞ്ഞിട്ട് കാണാൻ വന്നതാ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയും, എന്താണ് നന്ദു ഇതുവരെ റെഡിയായില്ല എന്നാണല്ലോ പറഞ്ഞത് എന്നൊക്കെ നയനയെടുത്തി പറയുന്നത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇല്ല, ഞാനിവിടെ എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല, ഞാനിവിടെ കല്യാണമൊക്കെ കൂടിയിട്ട് പോകാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറയുകയും, പിന്നെ എന്താണ് നിൻ്റെ മുഖത്ത് ഒരു സന്തോഷമില്ലാത്തതെന്ന് പറയുമ്പോൾ, അത് അനി എന്നെ അങ്ങനെ കണ്ടുപോയോണ്ടുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ, ഇപ്പോൾ ആരൊരു പ്രശ്നമില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അനി ഓക്കെ ആയോ എന്ന സങ്കടത്തോടെ നന്ദു ചോദിക്കുമ്പോൾ, ഓക്കെ ആയി വരുന്നു, മൈൻഡൊക്കെ റെഡിയായി വരുന്നുണ്ട്, കൊണ്ട് നിൽക്കുന്നു എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെ അനി പറയുന്നുണ്ടായിരുന്നു, എനിക്കങ്ങനെ തോന്നിപ്പോയതിൽ നന്ദുവിനും പങ്കുണ്ട്, ഫ്രണ്ട്സ് എല്ലാവരും കരുതിയത് നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന്, അതിപ്പോൾ നന്ദുവിൻ്റെ സൈഡിലും കൂടി എന്തൊക്കെയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ എല്ലാവർക്കും അങ്ങനെ തോന്നിയത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സുഹൃത്തുക്കൾ തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാകുന്നത് പതിവാണ് എന്നത് സാധാരണയാണ്. അത് നടക്കണമെന്ന് നിർബന്ധമില്ല, നടന്നില്ലെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് പൊയ്ക്കോളും. ഇത് ഇത്ര വലിയ തെറ്റാണെന്ന് ചോദിക്കുന്നുണ്ട് നന്ദുവിനോട്. അപ്പോൾ അല്ല, പ്രശ്നമൊന്നുമില്ല, റെഡിയായിക്കോളും എന്നൊക്കെ പറഞ്ഞ് ഇതാവുകയും, പിന്നെ വീണ്ടും അങ്ങനെ ഒരുപാട് അവർ സംസാരിക്കുകയും, പിന്നീട് അനി നന്ദുവിനോട് പറയുന്നുണ്ട്, ഞാൻ കല്യാണത്തിന് റെഡിയാകാൻ വേണ്ടി വേറെ ആരെയും വിളിച്ചിട്ടില്ല, ഫ്രണ്ട്സൊക്കെ കൂടിയാണ്, അപ്പോൾ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ എന്ന് പറയുകയും ചെയ്ത് അനി റൂമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്ദു ഇങ്ങനെ സങ്കടത്തോടെ വിഷമിച്ച് ഇരിക്കുകയായിരുന്നു ചെയ്യുന്നത്. അങ്ങനെ രാത്രി ആദർശം നയനയും കൂടി പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ബൈക്കിലേക്ക് കയറി തോളിലൊക്കെ പിടിച്ച് പോവുകയാണ്, ഷോൾഡറിലൊക്കെ പിടിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ ആദർശ്, നീ ഒന്ന് ഇറങ്ങിക്കുക, ഇവിടുന്ന് അമ്മ ബൈക്കിൻ്റെ സൗണ്ട് കേട്ട് എണീച്ച് വരണ്ട, നമുക്ക് ഗേറ്റിൻ്റെ അപ്പുറത്തുനിന്ന് സ്റ്റാർട്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ടവർ പോവുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, രാത്രിയിലും അമ്മയെ പേടിച്ചാണ് പോകുന്നത്, ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് പോകുന്നത് എന്ന് പറഞ്ഞ് ഇതാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ സഹായിക്കണോ, ബൈക്ക് തള്ളാൻ സഹായിക്കണോ എന്ന് പറയുമ്പോൾ, വേണ്ട, അതിനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട് എന്ന് പറയുകയും
മുമ്പൊരിക്കൽ ഞാനാണ് തള്ളിക്കൊണ്ട് പോകുന്നത്, കെട്ടിക്കൊണ്ട് പോയത് എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു കെട്ടിയോനെ കെട്ടിക്കൊണ്ട് പോകുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, എന്നിട്ട് അതിൻ്റെ നന്ദിയൊന്നും പിന്നീട് കണ്ടില്ല എന്ന് പറയുമ്പോൾ ആ കടമൊക്കെ ഞാൻ വീട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവർ അതിൽ വണ്ടിയിൽ കയറി പോകുന്നുണ്ട്. അങ്ങനെ നന്ദു കിടന്നിട്ട് ഉറക്കം വരാതെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സ്വന്തം മനസാക്ഷിയോട് തന്നെ നന്ദു ഇങ്ങനെ പറയുന്നുണ്ട് തൻ്റെ നയനേച്ചിക്ക് ഇതുവരെ ഒരു കുടുംബജീവിതം ഉണ്ടായിട്ടില്ല, നവ്യയുടെ ജീവിതം ഒരു ഉറപ്പില്ലാതെ നിൽക്കുകയാണ്, അതിനിടെ നീയും കൂടി അവരുടെ ജീവിതം പ്രശ്നത്തിലാക്കാൻ വേണ്ടി നിൽക്കുകയാണെന്ന് മനസാക്ഷി തന്നെ ഇങ്ങനെ പറയുകയാണ്. എന്താണ് തൻ്റെ ഉള്ളിലെ വിഷമം നീങ്ങാത്തത് എന്ന് നന്ദുവിന് തന്നെ മനസ്സിലാവുന്നുമില്ല. അങ്ങനെ ഒരുപാട് സംസാരിച്ച് പോവുകയായിരുന്നു. ഇതിനിടെ അനിയും ഒരുപാട് ഉറക്കം കിട്ടാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അനാമിക നന്ദിനോട് സംസാരിച്ച ശേഷം അനാമിക ഒരുപാട് തവണ കാണാൻ പോയിട്ടും ആ കുട്ടി തൻ്റെ മനസ്സിലേക്ക് കയറുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അനിയും ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിനിടെ അതൊക്കെ കഴിഞ്ഞ് അവർ രണ്ടുപേരും ആദർശും നയനയും കൂടി പുറത്തേക്ക് പോവുകയും മുല്ലപ്പൂ വാങ്ങിക്കാൻ വേണ്ടി ഒരു കടയിലേക്ക് നിർത്തുകയും വാങ്ങിക്കാൻ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ദേവയാനിയും ജയനും എവിടെയോ പോയിട്ട് വരികയാണെന്ന് തോന്നുന്നു. അവരുടെ വണ്ടി ഇവരുടെ ബൈക്കിൻ്റെ പിന്നിൽ നിർത്തുകയും ജയൻ അതാരാണെന്ന് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവയാനി അവരെ കാണുകയും ഒരുപാട് ദേഷ്യം പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചാടി എഴുന്നേറ്റ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ ഷോപ്പിൻ്റെ അടുത്ത് പോവുകയും 2 മുഴം മുല്ലപ്പൂ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കടക്കാരനോട് ചോദിക്കുകയും ചെയ്യുമ്പോഴാണ് ഇവർ ദേവയാനിയെ കാണുന്നത്. ആദർശനായനും വളരെ അധികം ഞെട്ടിപ്പോവുകയും പേടിച്ചു വിറക്കുകയും ടെൻഷനാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ മുന്നേ അറിയാനായി ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക.